ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC നോളജ് സാഗ. 2024-25 സ്വരാജ് ട്രോഫി പുരസ്കാരം പ്രഖ്യാപിച്ചില്ലേ? അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും, അതായത് കമ്പനി ബോർഡ്, LGS, VFA, ബെപ്ക LDC, ഡിഗ്രി പ്രിലിംസ് എന്നീ എക്സാമുകൾക്കൊക്കെ ഇതിന്നൊരു ചോദ്യം വന്നേക്കാം. അപ്പം ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? അപ്പം 2024-25 സ്വരാജ് ട്രോഫി, അതിലെ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. അപ്പം മികച്ച ജില്ലാ പഞ്ചായത്തിന് നൽകുന്ന അവാർഡ് തുക എത്രയാണെന്ന് ചോദിച്ചാൽ 50 ലക്ഷം രൂപയാണ് കേട്ടോ. മികച്ച ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുന്നത് 50 ലക്ഷം രൂപ. രണ്ടാം സ്ഥാനം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനാണ്. 40 ലക്ഷം രൂപ. 40 ലക്ഷം രൂപയാണ് അവാർഡ് തുക. അപ്പം മികച്ച ജില്ലാ പഞ്ചായത്തുകൾ 2 കിട്ടിയല്ലോ. അടുത്തത് മികച്ച ബ്ലോക്ക് പഞ്ചായത്താണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? 1ാം സ്ഥാനം നേമം ഏത് ജില്ലയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. 2ാം സ്ഥാനം കൊടകര കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ല. 3ാം സ്ഥാനം 2 പെരുമ്പടപ്പ് മലപ്പുറം, ഉഴവൂർ കോട്ടയം. അപ്പോൾ 3ാം സ്ഥാനം 2 പെരുമ്പടപ്പ് മലപ്പുറം, ഉഴവൂർ കോട്ടയം. അപ്പം ജില്ല ഓർത്ത് വെക്കണേ. 1ാം സ്ഥാനം നേമം എന്താണ്? മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് കേട്ടോ. ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കിട്ടിയത് 1ാം സ്ഥാനം നേമം തിരുവനന്തപുരം, 2ാം സ്ഥാനം കൊടകര കോട്ടയം, 3ാം സ്ഥാനം പെരുമ്പടപ്പ് മലപ്പുറം, ഉഴവൂർ കോട്ടയം. ഇവർക്കൊക്കെ എന്താണ്? 40 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് നൽകുന്നത്. ഓക്കെ അല്ലേ? മികച്ച ജില്ലാ പഞ്ചായത്തും മികച്ച ബ്ലോക്ക് പഞ്ചായത്തും കിട്ടിയില്ലേ? അടുത്തത് മികച്ച ഗ്രാമപഞ്ചായത്ത്. അടുത്ത മികച്ച ഗ്രാമപഞ്ചായത്താണ്. 1ാം സ്ഥാനം ഉഴമലയ്ക്കൽ തിരുവനന്തപുരം. 2ാം സ്ഥാനം എളവള്ളി തൃശ്ശൂര്. 3ാം സ്ഥാനം കോഴിക്കോടുള്ള മാണിയൂറാണ്. അപ്പം മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലയ്ക്കൽ തിരുവനന്തപുരം, എളവള്ളി തൃശ്ശൂര്, മാണിയൂർ കോഴിക്കോട്. കിട്ടിയില്ലേ? അടുത്തത് മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? മികച്ച മുനിസിപ്പാലിറ്റി 1ാം സ്ഥാനം ഗുരുവായൂർ തൃശ്ശൂരാണെന്നറിയില്ലേ? അപ്പോൾ 1ാം സ്ഥാനത്തിൽ ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ്? 50 ലക്ഷം രൂപയാണ്. മികച്ച മുനിസിപ്പാലിറ്റിക്ക് കിട്ടുന്ന സമ്മാനത്തുക 50 ലക്ഷം രൂപ. 2ാം സ്ഥാനം മട്ടന്നൂർ കണ്ണൂർ. അതിൽ സമ്മാനത്തുക എത്രയാണ്? 40 ലക്ഷം രൂപയാണ്. 40 ലക്ഷം. 3ാം സ്ഥാനം വീണ്ടും കുന്നംകുളം തൃശ്ശൂര്. മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂര്, മട്ടന്നൂര്, കുന്നംകുളം. 3ാം സ്ഥാനം ലഭിക്കുന്നതിന് സമ്മാനത്തുക എത്രയാണ്? 30 ലക്ഷം രൂപയാണ്. 30 ലക്ഷം രൂപ. അടുത്തത് മികച്ച കോർപ്പറേഷൻ 1ാം സ്ഥാനം തിരുവനന്തപുരമാണ്. സമ്മാനത്തുക എത്രയാണ്? 50 ലക്ഷം രൂപയാണ്. ഈ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? ഇത് രണ്ടും ഒന്നാണെന്നുള്ള സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അതേ സംശയം എനിക്കും വന്നിട്ടുണ്ട്. അപ്പം ഇനി ആ സംശയം നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ശ്രദ്ധിക്കുക. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒന്നാണോ? അല്ലെങ്കിൽ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? കോർപ്പറേഷൻ 1 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വലിയ നഗരങ്ങളെയാണ് കോർപ്പറേഷനായി കണക്കാക്കുന്നത്. അപ്പം മുനിസിപ്പാലിറ്റിയോ 25,000-നും 1 ലക്ഷത്തിൽ താഴെയുമുള്ള പട്ടണങ്ങളെയാണ് മുനിസിപ്പാലിറ്റിയായി നിശ്ചയിക്കുന്നത്. കോർപ്പറേഷന്റെ ഭരണത്തലവനാരാ? മേയറും മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തലവൻ ചെയർമാനും. 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂര്, കണ്ണൂര്. മുനിസിപ്പാലിറ്റി 87 ഉള്ളത്. ഇപ്പൊ ക്ലിയർ ആയോ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? അപ്പം ഇത്രയാണ്. അപ്പൊ 2024-25 സ്വരാജ് ട്രോഫി പുരസ്കാരം കിട്ടിയല്ലോ. അപ്പം ഡെയിലി ഈ ചാനലിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇടാറുണ്ട്. അപ്പം അതൊന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഡെയിലി CA കിട്ടാൻ വേണ്ടിയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.